സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിലെ പല അവയവങ്ങളും അവരുടെ ഭംഗിയും അവരുടെ ആകർഷണീയതയൊക്കെ കൂട്ടുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് അതിനൊക്കെ ഒരുപാട് മാർഗങ്ങളും ഇന്ന് ലഭ്യമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോൾ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ മുഖത്തെ പോരായ്മകൾ കളയുന്നതിനോ ശരീര അവയവങ്ങളിലെ പോരായ്മ, ഇപ്പോൾ പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്ന അതിൽ അമിത വണ്ണം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാം. ഇപ്പൊ തൊടയുടെ വണ്ണം, അതേപോലെ തന്നെ ബാക്ക്, ഇപ്പൊ ചിലർക്ക് കൈ വണ്ണം കൂടുതലായിരിക്കും. ഇങ്ങനെ പല കാര്യങ്ങളിലും നമുക്ക് ഇന്ന് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ശരിയായ ഒരു സൗന്ദര്യം കിട്ടുന്ന രീതിയിൽ ചെയ്യാം. അതേപോലെ തന്നെയാണ് സ്തനങ്ങളുടെ കാര്യത്തിലും. ഇപ്പോൾ സ്തനങ്ങൾ എന്നുള്ളത് പലപ്പോഴും പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ ആകർഷണീയതയൊക്കെ കൂട്ടുന്ന ഒരു അവയവമാണ്. അതേപോലെ തന്നെ ഇത് വളരെ നിർണായകമായ ഒരു ജോലി. ഇപ്പോൾ മുലയൂട്ടൽ എന്നുള്ള വലിയൊരു പ്രക്രിയ, നല്ലൊരു പ്രക്രിയ ചെയ്യുന്നതിനും സ്തനങ്ങളുടെ വളർച്ചയും സ്തനങ്ങളുടെ കാര്യങ്ങളും ഒക്കെ നല്ലതായിരിക്കണം എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. പലപ്പോഴും പല സ്ത്രീകളിലും പെൺകുട്ടികളിലും ഒരു അപകർഷതാബോധമൊക്കെ സൃഷ്ടിക്കുന്നതിനും ഈ സ്തനങ്ങളുടെ ശരിയായ വളർച്ചയില്ലായ്മയും അല്ലെങ്കിൽ അമിത വളർച്ചയും ഒക്കെ കാരണമാകാറുണ്ട്. ഇനി ചില രോഗാവസ്ഥകൾ, ക്യാൻസർ പോലെയുള്ള ഗുരുതരമായ രോഗാവസ്ഥകൾ ഉണ്ടാകുമ്പോൾ സ്തനം ചിലപ്പോൾ നീക്കം ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട്. ഇന്ന് നമുക്കറിയാം സ്തനം നിലനിർത്തിക്കൊണ്ടുള്ള ക്യാൻസർ ചികിത്സയും ഇന്ന് ലഭ്യമാണ്. എങ്കിലും ചില ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ചിലപ്പോൾ സ്തനങ്ങൾ നീക്കം ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് കൃത്രിമമായിട്ട് സ്തനങ്ങൾ നിർമ്മിച്ചു നൽകുന്ന ഒരു രീതിയും നമ്മുടെ നാട്ടിൽ ഇന്ന് നിലവിലുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആവശ്യാനുസരണമാണെന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ഈ പരിപാടിയിൽ നമ്മൾ സ്തനം മാറ്റിവെക്കലും അല്ലെങ്കിൽ സ്തനം അതിനെ ശരിയായ രൂപം കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നതിനോ ഒക്കെയുള്ള ഈ ചികിത്സ എങ്ങനെയാണ് ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിലുള്ള ശസ്ത്രക്രിയകളോ അല്ലെങ്കിൽ ചികിത്സാ മാർഗങ്ങൾ ലഭ്യമാണ്, ആർക്കൊക്കെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ പങ്കുവയ്ക്കാം. പാരമ്പര്യ ഘടകം ഇപ്പൊ നമ്മുടെ ശരീരഘടനയ്ക്ക് തന്നെ ഉണ്ട് ഓരോ വ്യക്തിക്കും. അപ്പൊ ഈ പാരമ്പര്യ ഘടകം അനുസരിച്ചായിരിക്കും പലപ്പോഴും നമ്മുടെ അവയവങ്ങളുടെയൊക്കെ അതിന്റെ ഘടനയും അതിന്റെ രൂപവും ഒക്കെ ഉണ്ടായിരിക്കുന്നത്, അതിന്റെ സൈസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സ്തനങ്ങളുടെ കാര്യം പറയുമ്പോൾ എന്തൊക്കെ ഘടകങ്ങളാണ് പൊതുവായിട്ട് നമ്മുടെ ആ സ്തനത്തിന്റെ വലിപ്പവും അതിന്റെ ആകർഷണീയതയൊക്കെ നിർണ്ണയിക്കപ്പെടുന്നത്? ഇപ്പോൾ ആദ്യം തന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്തനം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ അല്ലെ ഒരു ലേഡിയുടെ ആകർഷണീയതയുടെ ഒരു അവയവമാണ്. അങ്ങനെയാണ് മിക്കവാറും നമ്മൾ അതിനെ ലേബൽ ചെയ്യാറ്. പക്ഷേ ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ആകർഷണീയത മാത്രമല്ല, അതിന് വളരെ അധികമായിട്ട് ഒരു ഫങ്ഷണൽ ഓർഗൻ തന്നെയാണ്. ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അത് മുലയൂട്ടൽ മാത്രം എന്നുള്ള രീതിയിലല്ല, അതൊരു ഓരോരുത്തരുടെ എന്താ പറയാ അവരുടെ ഒരു ഇന്റിമേറ്റ് ഓർഗൻ ആണ്. അപ്പൊ അവർക്ക് ഒരു ഏറ്റവും പ്രിയപ്പെട്ട ഒരു അതെ, അപ്പൊ അവര് കംപ്ലീറ്റ് ആണ് എന്നൊരു ഫീലിംഗ് വരാനായിട്ടും അവർക്ക് അവരുടെ ആത്മവിശ്വാസം, അതുപോലെ തന്നെ നമ്മൾ പ്ലാസ്റ്റിക് സർജറിയിൽ മെയിൻ പറയുന്ന ഒരു കാര്യമുണ്ട് ബോഡി ഇമേജ്. ഇപ്പൊ ബോഡി ഇമേജിനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർഗനായിട്ടാണ് നമ്മൾ അവയവമായിട്ടാണ് നമ്മൾ സ്തനത്തിനെ കാണുന്നത്. അപ്പൊ അതില് പല ആൾക്കാർക്കും പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുമ്പോൾ എല്ലാരും വിചാരിക്കും ഇതിന്റെ സൗന്ദര്യം കൂട്ടാൻ വേണ്ടി മാത്രമാണ്, അല്ലെ അതിന്റെ വലിപ്പം കൂട്ടാൻ വേണ്ടി മാത്രമാണ്. അത് വളരെ തെറ്റായ ഒരു കൺസെപ്റ്റാണ്, തെറ്റിദ്ധാരണയാണ്. അതായത് ഇപ്പോ കുറെ ആൾക്കാർക്ക് ജനിതകമായിട്ട് തന്നെ പ്രോബ്ലംസ് ഉണ്ടാവുന്നവരുണ്ടാവും. അതായത് ചില കുട്ടികൾക്ക് സ്തനം വളർച്ച കുറവായിരിക്കും. അപ്പൊ അവരുടെ കുടുംബത്തിൽ ആർക്കും പ്രശ്നമില്ലെങ്കിൽ അവർക്ക് ആദ്യമായിട്ട് പ്രശ്നം ഉണ്ടായിരിക്കും. അപ്പം അവർക്കൊരു അപകർഷതാബോധം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ചിലർക്ക് വളർച്ച ഉണ്ടെങ്കിലും രണ്ട് സൈഡും ഒരുപോലെ വളരില്ല, രണ്ട് സൈഡും ഡിഫറെന്റ് വ്യത്യസ്ത സൈസുകളിലായിരിക്കും. അപ്പൊ അതും അവർക്കൊരു പ്രശ്നമുണ്ട്. പിന്നെ ചിലർക്ക് അമിത വളർച്ചയായിരിക്കും. അത് ജനിതകമാകാം, അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ ശൈലി, ലൈഫ് സ്റ്റൈൽ, അല്ലാതെ തന്നെ ചില അസുഖങ്ങൾ കാരണം, ഹോർമോണൽ ചേഞ്ചസ് കാരണം വരുന്ന പ്രശ്നങ്ങളും ഉണ്ടാവും. പിന്നെ ഒന്ന് പറഞ്ഞാൽ ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രസവവും കുഞ്ഞിനെ മുലയൂട്ടി ഇതാക്കി കഴിയുമ്പോൾ അവരുടെ ബോഡി ഫുള്ളായിട്ട് മാറ്റം വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മാറ്റം വരുന്ന ഒരു അവയവമാണ് സ്തനം. അത് ചിലർക്കത് വളരെ ഒരു ബലൂൺ വീർപ്പിച്ച് ഇല്ലാണ്ടാക്കുന്ന പോലെ, ചുരുങ്ങി പോകുന്ന പോലെ ആകുന്നവരുണ്ട്. ചിലർക്ക് അതിനുശേഷം വല്ലാണ്ട് വലുതാവുന്നവരുണ്ട്. അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ഉള്ള ഒരു ആസ്പെക്ട് ആണ് ക്യാൻസർ. അത് വേറെ ഒരു ഫുൾ സെക്ഷൻ തന്നെയാണ് സ്തനത്തിനെ സംബന്ധിച്ചിടത്തോളം. രോഗാവസ്ഥ, അതായത് ക്യാൻസർ ബാധിക്കുന്നത്. അപ്പൊ അതിന്റേതായ ട്രീറ്റ്മെന്റ്. സ്തനാർബുദം. അപ്പൊ നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ഒരാൾക്ക് വളരെയധികം സ്തന വളർച്ചയുള്ള ഒരാൾ, അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സൈസ് ഉണ്ട് എന്നുള്ളത് മാത്രമല്ല പ്രശ്നം. അവർക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് എപ്പോഴും അവരുടെ മുന്നോട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന കാരണം നടുവേദനയായിരിക്കും, തോളുവേദനയായിരിക്കും. ഇങ്ങനത്തെ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞ ഫങ്ഷണൽ പ്രോബ്ലംസ് ഉണ്ടാവുന്നു, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതെ, വെറുതെ ഒരു സൗന്ദര്യ
സൗന്ദര്യവർദ്ധന പ്രൊസീജിയർ മാത്രമല്ല, അവർക്ക് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് തന്നെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു, ജീവിത നിലവാരം തന്നെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സർജറിയാണ് നമ്മൾ പറയുന്നത് ബ്രസ്റ്റ് റിഡക്ഷൻ സർജറി, അല്ലെങ്കിൽ സ്ഥാനം കുറയ്ക്കുന്നത് എന്ന് പറയുന്നത്. അതൊരു ടൈപ്പ് ഓഫ് പ്രൊസീജിയർ ആണ് പ്ലാസ്റ്റിക് സർജറി ഉള്ളത്. പിന്നെ ചിലർക്ക് സ്ഥാന വളർച്ച ഇല്ലാത്തവരുള്ളവർ, അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഹോർമോണൽ ട്രീറ്റ്മെന്റ് ചെയ്താലും വളർച്ച ചിലപ്പം വരില്ല. ഇത് അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിലെ തന്നെ എന്തെങ്കിലും ഒരു ഹോർമോണൽ ഇംബാലൻസോ അല്ലെങ്കിൽ അവര് ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോഴുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കാരണമാണ് അത് വളർച്ച വരാതിരിക്കുന്നത്. അപ്പൊ അതിന് നമ്മൾക്ക് കറക്റ്റ് ചെയ്യാനുള്ള മെത്തേഡ്സും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒന്നെങ്കിൽ ഫുൾ ആയിട്ട് ബ്രസ്റ്റ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇംപ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോ ബ്രസ്റ്റ് ഇംപ്ലാന്റ് എന്ന് പറയുമ്പോൾ ഒരു ജെൽ പോലത്തെ ഒരു വസ്തുവാണ്. അത് നമ്മൾ ബ്രസ്റ്റിനുള്ളിൽ വെച്ച് ബ്രസ്റ്റ് സൈസ് ഉണ്ടാക്കി അതിന്റെ പുറത്ത് തൊലിയുടെ കവറും ഉണ്ടാക്കുന്നു. അങ്ങനെയാണ്, അങ്ങനത്തെ സർജറീസും അവൈലബിൾ ആണ്. പിന്നെ ഉള്ള മെയിൻ ഇതെന്ന് പറയുന്നതാണ് ക്യാൻസർ വരുന്ന പേഷ്യൻസ്. ഇപ്പൊ നമ്മുടെ നാട്ടില് ലേഡീസ്, എസ്പെഷ്യലി ലേഡീസിലെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ക്യാൻസർ ആണ് സ്തനാർബുദം. പക്ഷെ സ്തനാർബുദത്തിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് തിരിച്ച് സ്തനം റീകൺസ്ട്രക്ഷൻ, അതായത് നമുക്ക് പുനർനിർമ്മിക്കൽ, അത് കിട്ടുന്നത് 1% കുറവ് ആൾക്കാർക്കേ ഉള്ളൂ ഇന്ത്യയിൽ. പക്ഷെ ഇതൊരു ഫോറിൻ പ്രൊസീജിയർ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഇതൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സംഭവം ആയതുകൊണ്ടോ ഒന്നും അല്ല, സങ്കീർണമായ പ്രശ്നമൊന്നും അല്ല. അത് എന്തുകൊണ്ടാണ്, ഒന്നെങ്കിൽ അതിന്റെ ത്തുള്ള അറിവ് കുറവുണ്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും അതിനുള്ള ഓപ്ഷൻസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എല്ലാരും വിചാരിക്കും സ്ഥാനമല്ലേ കുഴപ്പമില്ല, ഒന്നും ചെയ്യേണ്ട, രോഗം മാറി കിട്ടിയെന്നാണ്. പക്ഷെ ആ ലേഡിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അവർക്ക് എന്നും അതൊരു സ്കാറാണ്. അവരെന്നും എണീക്കുമ്പോഴത്തേക്കും അവരുടെ ഒരു അവയവം ഇല്ല. അതെ, അങ്ങനെയുള്ള പേഷ്യൻസിന് പലർക്കും മെന്റൽ ഹെൽത്ത് പല പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്, ആങ്സൈറ്റി, സ്ട്രെസ്, ഡിപ്രഷൻ, ഇതൊക്കെ ഉണ്ട്. ഇതിനൊക്കെ ഒരു സ്ത്രീത്വം നഷ്ടപ്പെട്ടോ ചിന്തിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതെ, എന്നിട്ട് അവരതുമായിട്ട് വിക്ടിം എന്ന രീതിയിൽ ജീവിക്കുകയാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല. വേൾഡ് വൈഡ് സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ റീകൺസ്ട്രക്ഷൻ കൂടെ ഓഫർ ചെയ്തിട്ടുള്ള സർജറിയാണ്. അതായത് വീണ്ടും നമുക്ക് അത് പുനർനിർമ്മിച്ചു. അതെ, അതായത് ഇപ്പൊ ഒരു പേഷ്യന്റ് ക്യാൻസറിന് വേണ്ടി ഇപ്പോ വരുന്ന ട്രീറ്റ്മെന്റ്സിൽ റേഡിയോതെറാപ്പിയും ബാക്കിയുള്ള മെഡിസിൻസ് ഒക്കെ വന്നപ്പോൾ നമുക്ക് സ്ഥാനം ഫുള്ളായിട്ട് മാറ്റാതെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. അതെ, പക്ഷെ ചില സമയം ക്യാൻസർ കൂടുതൽ സ്ഥിതിയിലാകുമ്പോഴത്തേക്കും ഫുള്ളായിട്ട് എടുത്തു മാറ്റേണ്ട അവസ്ഥയുണ്ട്. പക്ഷെ അങ്ങനെ എടുത്തു മാറ്റുമ്പോൾ തന്നെ അതിന്റെ ഒപ്പം തന്നെ പുനർനിർമ്മിക്കാനുള്ള എല്ലാ ഓപ്ഷൻസും സേഫ് പ്രൊസീജിയേഴ്സും ഉണ്ട്, സുരക്ഷിതമായ മാർഗങ്ങൾ ഇന്നുണ്ട്. അതെ, പുനർനിർമ്മിച്ചു കൊടുക്കാൻ. അതെ, അത് ഇപ്പൊ പേഷ്യന്റ് അനസ്തീഷ്യയിൽ പോകുമ്പോഴും ബ്രസ്റ്റ് ഉണ്ട്, ഉണരുമ്പോഴും പേഷ്യന്റിന് ബ്രസ്റ്റ് ഉണ്ട്. പക്ഷെ അപ്പം അങ്ങനെ വരുമ്പോ ആ ഒരു മാനസികമായ ഒരു ബുദ്ധിമുട്ടോ ആ ഒരു സങ്കീർണത അവസ്ഥയോ വരുന്നില്ല. പക്ഷെ ഇത് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അത് അക്സെപ്റ്റബിൾ ആകണം എന്നില്ല, കാരണം സ്വീകരിക്കുന്നില്ല. എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ക്യാൻസർ പോകണം ആദ്യം എന്നുള്ളതാണ്. പക്ഷെ ക്യാൻസർ പോയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു മനസ്ഥിതി കുറച്ച് ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് വരാൻ. പക്ഷെ ഇത് ഇന്നത്തെ കാലത്ത് ക്യാൻസർ വളരെ യങ്ങർ ഏജ് ആൾക്കാർക്കും വരുന്നുണ്ട്. അവരെ സംബന്ധിച്ചുള്ള ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അവരുടെ ജീവിതം ഇനിയും കുറെ കാലം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇപ്പൊ സ്ഥലം ഇല്ലാതെ ജീവിക്കുക അല്ലെങ്കിൽ സ്ഥലത്തിന്റെ വലിപ്പം കുറഞ്ഞ് ജീവിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് മാനസികമായി. അതുകൊണ്ട് തന്നെ നമ്മള് ബ്രസ്റ്റ് ക്യാൻസർ വരുമ്പോൾ ഓപ്പറേഷന് മുമ്പ് ഡിസൈഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്ലാസ്റ്റിക് സർജനെ കണ്ട് നിങ്ങളുടെ ഓപ്ഷൻസ് എന്താണ് എന്ന് മനസ്സിലാക്കുക, ആ ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് പറ്റിയതാണോ ഇല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യുക എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഇപ്പൊ നമ്മൾ ഏത് ക്യാൻസർ സർജറിക്ക് മുമ്പേയും റേഡിയോതെറാപ്പിസ്റ്റിനെ കാണും, മെഡിക്കൽ ഓങ്കോളജിസ്റ്റിനെ കാണും, കാരണം കീമോതെറാപ്പിക്ക് വേണ്ടിയും റേഡിയോതെറാപ്പിക്ക് വേണ്ടിയും. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ ഒരു ബ്രസ്റ്റ് പ്ലാസ്റ്റിക് സർജനെ കാണുക എന്നുള്ളത്. ഇനി അഥവാ ഓപ്പറേഷൻ കഴിഞ്ഞു, നമുക്ക് ബ്രസ്റ്റ് റിമൂവ് ചെയ്തു, ക്യാൻസർ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞു, പിന്നെ ആ സ്കാർ അല്ലെ ആ ഒരു മുറിവ് പാടോടെ ജീവിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അതിലും പുനർനിർമ്മിക്കാനുള്ള സേഫ് ഓപ്ഷൻസ് ഉണ്ട്. ശസ്ത്രക്രിയയുടെ കൂടെ വേണമെങ്കിലും ചെയ്യാം, 6 മാസം കഴിഞ്ഞും ചെയ്യാം, 3 വർഷം കഴിഞ്ഞും ചെയ്യാം, എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നുള്ളൂ. അപ്പൊ നമ്മള് അതിന്റെ ഒരു ചെറിയ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ ഏറ്റവും സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് വേൾഡ് വൈഡ് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിന്റെ താഴെയുള്ള ടിഷ്യൂ, അതായത് പൊക്കിൾ കൊടിയുടെ താഴേക്ക് കാണുന്ന വയറ്റിലുള്ള ഭാഗങ്ങൾ, അതിൽ നമ്മൾ അതിന്റെ തൊലിയും ഫാറ്റും അതിനെ എടുത്ത് അതിന്റെ ബ്ലഡ് വെസൽസിനോടൊപ്പം എടുത്ത് ആ ഫാറ്റും സ്കിന്നും വെച്ച് നമ്മളൊരു ബ്രസ്റ്റ് ഉണ്ടാക്കി നമ്മുടെ പുതിയ സ്ഥലം ഉണ്ടാക്കി അവിടെ വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് വളരെ നാച്ചുറൽ ലുക്കിംഗ് റിസൾട്ട്സും ചിലപ്പോൾ നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റില്ല കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ഒറിജിനൽ
പ്രൊഫഷണൽ ആണോ ഇല്ലയോ എന്നുള്ള രീതിയിൽ. അതാണ് ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് കെയർ എന്ന് വരാനുള്ള കാരണം. അതായത് സ്വന്തം ശരീരത്തിലെ ടിഷ്യൂ തന്നെയാണ് സ്ഥാനമായിട്ട് വെച്ച് പിടിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേറൊരു ബുദ്ധിമുട്ട് നമ്മൾ തോന്നേണ്ട കാര്യമില്ല അതില്. ആകെ അതിന് ബുദ്ധിമുട്ടെന്ന് പറയാനാണെങ്കിൽ അതൊരു വലിയൊരു 6-7 മണിക്കൂർ നീളുന്ന ഒരു ശസ്ത്രക്രിയയാണ്. പക്ഷെ ആ ഇനീഷ്യൽ ഒരു ഫേസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്കം വളരെ നല്ലൊരു ഔട്ട്കം ആയിരിക്കും. ഇനിയിപ്പം അത്രയും വലിയ സർജറി ചെയ്യാൻ താല്പര്യമില്ല അങ്ങനെയുള്ളവർക്ക് നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. വേറെ നമ്മുടെ പുറത്തുനിന്ന് ടിഷ്യൂ എടുക്കുന്ന സർജറി ഉണ്ട്, അല്ലെങ്കിൽ ഇംപ്ലാന്റ്സ് ഉണ്ട്. ഇപ്പം തൊടയെന്നും എടുക്കാം, അല്ലെങ്കിൽ ബാക്കില് ഫ്ലാങ്സ് എന്ന് പറയും, അവിടുന്ന് എടുക്കാം. ബേസിക്കലി നമ്മുടെ ബോഡിയിൽ പല സ്ഥലത്തുനിന്നും എടുക്കാം. എവിടെയാണോ ഫാറ്റ് കൂടുതലുള്ളത് അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് എടുക്കാനുള്ള ടെക്നിക്സ് നമുക്കുണ്ട്. നിക്ഷേപിക്കുന്ന പോലെയാണ്. അതെ. പിന്നെ ഉള്ളത് ഇംപ്ലാന്റ്സ് ഉണ്ട്. ഇംപ്ലാന്റ്സ് വെച്ച് നമുക്ക് കൃത്രിമ വസ്തു അത് വിടുമ്പോൾ നമുക്ക് എപ്പോഴും അതൊരു ആർട്ടിഫിഷ്യൽ ആണ് നമ്മുടെ ബോഡിയിലുള്ളത് എന്നൊരു ഫീലിംഗ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. വസ്തു ഉള്ളത് നമുക്ക് എപ്പോഴും നമ്മുടെ ബോധം മനസ്സിലാക്കി കിടക്കും. ഒരു പേടി എന്നും ഉള്ളതാണ്. പക്ഷെ അതും അത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റോ ഒരു അൺയൂഷ്വൽ ട്രീറ്റ്മെന്റോ ഒന്നും അല്ല. പണ്ട് കാലത്തുള്ളതിനെക്കാട്ടും മെച്ചപ്പെട്ട സിലിക്കൺ ഇംപ്ലാന്റ് വളരെ സേഫ് ആയിട്ടുള്ള ഇംപ്ലാന്റ്സ് ഉണ്ട്. അതും റീകൺസ്ട്രക്ഷൻ ഓപ്ഷൻസ് ഓരോ പേഷ്യന്റിനനുസരിച്ച് നമുക്കത് ടൈലർ ചെയ്ത് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ചെറുപ്പക്കാർക്ക് വെക്കെന്ന് പറഞ്ഞു. ഇപ്പോ പലർക്കും ഇത് എപ്പോഴാണ് വെക്കേണ്ടത് എന്നുള്ള ഒരു ചിലപ്പോ ഒരു പേടിയും ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ക്യാൻസർ വരുന്നത് എപ്പോഴും സാധാരണ കുറച്ച് വൈകിട്ടൊക്കെയാണ് നമ്മൾ കണ്ടുവരും. ഒരു 35 വയസ്സിന് മുകളിലൊക്കെയാണ് കൂടുതലും കേസുകൾ കാണുന്നത്. അപ്പോ ഈ ഇങ്ങനെ കൃത്രിമ സ്ഥാനം വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു അവയവമായിട്ട് നമുക്ക് കാണുന്നു എന്ന് മാത്രമല്ല വേറെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ, ഇപ്പോ ഉദാഹരണത്തിന് ഇപ്പം കല്യാണം കഴിയാത്ത ഒരു കുട്ടിയാണെങ്കിൽ പ്രവർത്തന വശത്ത് നമുക്ക് മുലയൂട്ടലിന് വരത്തില്ല. കാരണം നമ്മള് ബ്രസ്റ്റ് ടിഷ്യൂ അല്ല ഉണ്ടാക്കുക, നമ്മള് ഫാറ്റ് വെച്ചിട്ട് ഒരു ബ്രസ്റ്റ് ഉണ്ടാക്കുകയാണ്. ഇപ്പൊ കല്യാണം കഴിയാത്ത ഒരു പെൺകുട്ടിയാണെങ്കിൽ മുലയൂട്ടലിനെ കാട്ടിയും വളരെ പ്രധാനമാണ് അവർക്ക് ബ്രസ്റ്റ് ഉണ്ടാകുക എന്നുള്ളത്. ഒരു ബ്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് പ്രശ്നമില്ലാതിരിക്കും എന്നുള്ളതാണ്. പിന്നെ എല്ലാവർക്കും വേറൊരു പേടി എന്ന് പറഞ്ഞാൽ നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്തു, ഇനി ആ സൈഡിൽ ഇനിയും ക്യാൻസർ വന്നാൽ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിലോ, അതിൽ ക്യാൻസർ വന്നാലോ, അങ്ങനെ യാതൊരു പ്രശ്നമില്ല. നമ്മുടെ മറ്റേ സൈഡിലുള്ള ബ്രസ്റ്റില് എങ്ങനെയൊക്കെ നമ്മൾ നോക്കുന്നോ അതുപോലെ തന്നെ ഇതിൽ ഡിറ്റക്റ്റബിൾ ആണ്. അല്ലാതെ ഇങ്ങനെ ചെയ്തത് കൊണ്ട് ക്യാൻസർ റിസ്ക് കൂടുന്നു അങ്ങനെയുള്ളതെല്ലാം വളരെ തെറ്റിദ്ധാരണകൾ മാത്രമാണ്. സ്ഥാനത്തിന്റെ അവസ്ഥ ഇപ്പൊ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് പൂർവ്വസ്ഥിതിയിലാക്കാൻ, ഇപ്പൊ ക്യാൻസർ ഉള്ളവർക്കാണ് പൂർവ്വസ്ഥിതിയിലാക്കാനൊക്കെ സാധിക്കുന്ന ഒരു ചികിത്സയാണ് ഈ പ്ലാസ്റ്റിക് സർജറിയിൽ ചെയ്യുന്നത്. അതായത് സ്ഥാനം പുനർനിർമ്മിച്ചു കൊടുക്കുന്നതിൽ അതിൽ വേറൊരു പ്രയാസം നമ്മൾ കാണേണ്ടതില്ല എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞത്. ഇനി ഇപ്പൊ ഡോക്ടർ പറഞ്ഞു ഇപ്പൊ ചിലർക്ക് പ്രസവമൊക്കെ കഴിഞ്ഞു, അത് കഴിഞ്ഞാൽ ചിലപ്പോ ഇടിഞ്ഞു തൂങ്ങുന്ന ഒരവസ്ഥയുണ്ട് സ്ഥാനത്തിന്റെ, അത് ആകൃതി തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. ചിലർക്ക് അമിതമായിട്ട് സ്ഥാനത്തിന് വലിപ്പം കൂടുന്ന അവസ്ഥയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്താണ് ചികിത്സ ചെയ്യുന്നത്? ഇതിന് ഇപ്പൊ വളരെ ചുരുങ്ങി സൈസ് ഇല്ലാണ്ട് ഒരു ആകർഷണീയത ഇല്ലാതാകുന്ന പേഷ്യൻസ്, അങ്ങനെയുള്ളവർക്ക് നമ്മൾ ചെയ്യുന്നതാണ് ഒന്നെങ്കിൽ ബ്രസ്റ്റ് ലിഫ്റ്റ്, അതായത് അല്ലെങ്കിൽ ബ്രസ്റ്റ് ഓഗ്മെന്റേഷൻ. ഇപ്പം ബ്രസ്റ്റ് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മള് വലുതാക്കി കൊടുക്കുക. നമ്മള് തൂങ്ങിപ്പോയ ബ്രസ്റ്റിന് നമ്മൾ നമ്മുടെ ബോഡിയിലെ എല്ലാ സാധനങ്ങളും നമ്മൾ വയസ്സാവും തോറും അല്ലാതെ എന്ത് സംഭവിക്കുമ്പോൾ ഗ്രാവിറ്റി പ്രകാരം താഴേക്കാണ് വരിക. അപ്പൊ ബ്രസ്റ്റ് ഫീഡിങ് അതിനെ കൂടുതൽ അഫക്ട് ചെയ്യുന്നു. ഐ മീൻ അതിനുള്ള ചാൻസ് കൂടുതലാക്കുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാനം കുട്ടിക്ക് മുലയൂട്ടുന്ന സമയത്ത് വളരെ വലുതാവും, ഒരു ബലൂൺ വീർക്കുന്ന പോലെ വീർത്ത് വരും. പിന്നെ പാല് കുറയും തോറും അത് ചൊങ്ങി പോവും. ഒരു സാധനം പിന്നെയും ഇങ്ങനെ ആക്കുമ്പോൾ അത് അതിന്റെ ഒരു ഷേപ്പും അതിന്റെ ടെക്സ്ചറും പോവും. അപ്പൊ അത് നമ്മളത് ലിഫ്റ്റ് ചെയ്യാനുള്ള സർജറികളുണ്ട്. അതായത് നമ്മള് നിപ്പിൾ അരിയോളയുടെ സൈഡിൽ കൂടി ചെറിയ മുറിവുണ്ടാക്കി നമ്മളെ ബ്രസ്റ്റ് ടിഷ്യൂനെ നേരെ മേളിലേക്ക് ലിഫ്റ്റ് ചെയ്ത് അതിനെ പിന്നെയും തയ്ച്ച് അതിന്റെ പൂർവ്വസ്ഥിതിയിലാക്കി പൊസിഷൻ ചെയ്യുന്നു. ചിലർക്ക് ആ സൈസ് പോരാ, കുറച്ചുകൂടി വലുപ്പം വേണം തോന്നുവാണെങ്കിൽ നമുക്ക് ഇംപ്ലാന്റ് അതിന്റെ കൂടത്തിൽ വെക്കുകയോ വെക്കാതിരിക്കുകയോ ചെയ്യാം. കൃത്രിമ വസ്തുക്കളെ ഉള്ളിൽ നിക്ഷേപിച്ച് ചെയ്യുകയും ചെയ്യാം. അത് നിർബന്ധമില്ല. അത് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചും അവരുടെ ബോഡി പ്രകൃതിയും അനുസരിച്ചും. ഒരു ആളുടെ രൂപത്തിനും ശരീരപ്രകൃതിക്കും മാച്ച് ആയിരിക്കുന്ന ബ്രസ്റ്റ് ആയിരിക്കണം. ഒരാൾക്ക് ഒരു 18 വയസ്സുള്ള മെല്ലിനുണങ്ങിയ കുട്ടിക്ക് വലിയ ബ്രസ്റ്റ് ഉണ്ടായിട്ട് എന്താ, അവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. അതിനനുസരിച്ചാണ് കറക്റ്റ് ചെയ്യുന്നത്. ഈ സർജറീസ് ഒക്കെ ഡേ കെയർ പ്രൊസീജിയർ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അതായത് രാവിലെ വന്ന് വൈകുന്നേരം കൂടി വന്ന ഒരു ദിവസം അഡ്മിഷൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചുരുങ്ങിയ ആശുപത്രി വാസമേ വേണ്ടൂ. അതെ, ചുരുങ്ങിയ ആശുപത്രി വാസം. അതുപോലെ തന്നെ റിക്കവറിയും ഈ സർജറീസിന് ഒരു 2 to 3 വീക്സ് ആണ് നമ്മൾ സാധാരണ അധികം ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യരുതെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ നോർമൽ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യും. 2
മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഫുൾ ആക്ടിവിറ്റിയിലേക്ക് തിരിച്ചെത്തും. പിന്നെ വളരെയധികം ബ്രസ്റ്റ് ഉള്ളത് അതൊരു വലിയ പ്രോബ്ലം തന്നെയാണ്. അത് അവർക്ക് ഫങ്ഷണൽ ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് പെയിൻ ഉണ്ടാക്കും, ശ്വാസം മുട്ടലും എല്ലാം ഉണ്ടാകും. അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ ആ ബ്രസ്റ്റിന്റെ സൈസ് കുറയ്ക്കാനുള്ള പല പല ടെക്നിക്സ് ഉണ്ട്. അത് ഓരോ പേഷ്യൻസിന്റെ സൈസ് എത്രയാണ്, എങ്ങനെയാണെന്ന് എക്സ്പെക്ടേഷൻ പ്രതീക്ഷിക്കുന്നത് എന്താണെന്നുള്ളതൊക്കെ അനുസരിച്ച് നമ്മൾ അതിന് ചെയ്യും. അതും ഇതുപോലെ തന്നെ ഡേ കെയർ അല്ലെങ്കിൽ ഒരു 1 day അഡ്മിഷൻ ടൈപ്പ് സർജറി ആയിരിക്കും. അത് കഴിഞ്ഞിട്ടും റിക്കവറി വിത്തിൻ 2 to 3 monthsനുള്ളിൽ നിങ്ങൾ ഫുള്ളി ബാക്ക് ടു നോർമൽ. 2 to 3 months നമ്മൾ ബെഡ് റെസ്റ്റോ അല്ലെങ്കിൽ ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല എന്നല്ല, ഹെവി വർക്ക് ഒന്നും അലോ ചെയ്യില്ല, അത്രേ ഉള്ളൂ. കഠിനമായ ജോലി ചെയ്യാൻ പാടില്ല. പലരും ഈ സിലിക്കൺ ഇംപ്ലാന്റ് അല്ലെങ്കിൽ കൃത്രിമ വസ്തുക്കൾ കൊണ്ട് നമ്മൾ സ്ഥാനത്തിന് രൂപം കൊടുക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് വേറെ എന്തെങ്കിലും അസുഖങ്ങൾക്ക് കാരണമാവുമെന്ന് പലർക്കും പേടിയുണ്ട്. അതുകൊണ്ടാണ് പലരും ചിലപ്പോൾ മുന്നോട്ട് വരാത്തതും. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? സിലിക്കോൺ ഇംപ്ലാന്റ്സ് കാരണം ചില പ്രോബ്ലംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ടൈപ്പ് ഓഫ് ക്യാൻസർ ALCL എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാൻസർ ഉണ്ട്, അത് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ 1 in 80,000 ആണ്. അതായത് വളരെ വളരെ റെയർ ആയിട്ടുള്ള ഒരു ക്യാൻസർ ആണ്. ചുരുക്കി പറഞ്ഞാൽ 100,000 ഒരാൾക്ക് പറയാം. അതെ, അത് വരും. ഇതിപ്പോ നമ്മള് റോഡിൽ നടന്ന വണ്ടി ഇടിക്കുവോ എന്ന് ചോദിക്കുന്ന പോലെയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പിന്നെ സിലിക്കോൺ കാരണം പ്രശ്നങ്ങളുണ്ടാവും. ചിലർക്ക് ഇംപ്ലാന്റ്സ് ഇട്ട് കഴിയുമ്പോൾ ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി, ടെൻഷൻ, അങ്ങനത്തെ ഫീലിംഗ് അതും റിപ്പോർട്ടഡ് ഉണ്ട്. പക്ഷെ അതും വളരെ സബ്ജക്റ്റീവ് ആയിട്ട്, അതായത് ഒരു ഒബ്ജക്റ്റീവ് ഡെഫിനേഷൻ ഇല്ലാത്ത ഒരു ഡിസീസാണ്. കാര്യമായ ഒരു പ്രശ്നമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് വളരെ സേഫ് ആയിട്ട് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു അംഗീകൃതമായിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. അതായത് നമ്മുടെ ബോഡിയിൽ ഇപ്പൊ നമ്മള് മുട്ടുമാറ്റി വെക്കുമ്പോഴത്തേക്കും ശസ്ത്രക്രിയയിൽ നിങ്ങൾ ഇത് ഇംപ്ലാന്റ് ടൈറ്റാനിയം ആണ് ഇടുന്നത്. ഇപ്പൊ ടൈറ്റാനിയം കൊണ്ട് ക്യാൻസർ വരുമോ? വരാം. അതുപോലെ തന്നെയാണ് ടൈറ്റാനിയം ഒരഞ്ഞൊരഞ്ഞ് മുട്ട് തേയ്മാനം വരുമോ? വരാം. അതുപോലെ തന്നെയാണ് ഇതും എന്നുള്ളതാണ് ഇത്. നമ്മള് പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞാൽ അയ്യോ ഇത് സിനിമാക്കാരൊക്കെ ചെയ്യുന്ന സൗന്ദര്യവർദ്ധന മാത്രമാണ്, അല്ലെങ്കിൽ വളരെ ഡാമേജ് ആയ ട്രോമ അങ്ങനെയാണ് എന്നുള്ള ഒരു മിസ്കൺസെപ്ഷൻ ആണ് ആദ്യമായി നമ്മൾ മാറ്റേണ്ടത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരാൻ പാടില്ല. നമ്മള് ബാക്കി എന്തിനു വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ പോലെ തന്നെയാണ് ഇതും. ഇത് പിന്നെ ഞാൻ ഇന്ന് സംസാരിച്ചത് നമ്മൾ സ്ഥലത്തിന്റെ കാര്യങ്ങൾ സംസാരിച്ചതായതുകൊണ്ട് അതൊരു ലേഡിയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അവയവമാണ്. അതിന് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് സ്ത്രീക്ക് മാനസികവും ശാരീരികവും ബുദ്ധിമുട്ടുണ്ടാവരുത്. ആ സ്ത്രീക്ക് അതിന് തീരുമാനമെടുക്കാനും അതിനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കണം. അത് അവരുടെ ഡോക്ടേഴ്സിനെ അപ്രൂവ്ഡ് ആയിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്താൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നതും വളരെ ഒരു വ്യത്യാസം ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും. അത് നമ്മൾ സഹിച്ച് ജീവിക്കേണ്ട ഒരു കാര്യമേ അല്ല. സ്തനങ്ങളുടെ ആകൃതിയും അതേപോലെ തന്നെ അതിന്റെ ഘടനയും ഒക്കെ ശരീരത്തിന് യോജിച്ചതാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് ഈ പ്ലാസ്റ്റിക് സർജറി വഴി ചെയ്യുന്നത്. ചിലപ്പോൾ നമുക്കത് രോഗാവസ്ഥകൾ മൂലം അനിവാര്യമായിട്ട് വരുന്ന സാഹചര്യങ്ങളുണ്ടാവും, അല്ലാത്തതും ഉണ്ട് എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞതിന്റെ ചുരുക്കം. അല്ലാത്തത് വളരെ കുറവാണ്. രോഗാവസ്ഥ കാരണം, അതായത് എന്തെങ്കിലും ഒരു രോഗം അല്ലെ ഒരു കണ്ടീഷൻ കാരണമാണ് എല്ലാവർക്കും പ്രശ്നമുള്ളത്. വെറുതെ ഓഗ്മെന്റേഷൻ, ജസ്റ്റ് സൈസ് കൂട്ടാൻ അല്ലെ ആകർഷണീയത കൂട്ടാൻ വേണ്ടി മാത്രം ചെയ്യുന്ന പ്യുവർലി കോസ്മെറ്റിക് വളരെ കുറവാണ്. ചെയ്യാം, പക്ഷെ പേഷ്യൻസ് ആക്ച്വലി നമ്മൾ കാണുന്ന പേഷ്യൻസ് കൂടെയും അത് വളരെ ചെറിയൊരു ശതമാനമേ ഉള്ളൂ. പക്ഷെ ജനറൽ എല്ലാവരുടെയും വിചാരം അത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നാണ്. അതൊരു തെറ്റിദ്ധാരണയാണ്. അത് ഒരാൾക്കെങ്കിലും കേൾക്കുന്നവർക്ക് മാറി കിട്ടിയാൽ അത്രയും നല്ലത്. സ്തന പുനർനിർമ്മാണത്തെ കുറിച്ചുള്ള കുറെ നല്ല പ്രയോജനപ്രദമായ വിവരങ്ങളാണ് ഡോക്ടർ പങ്കുവച്ചത്. തീർച്ചയായിട്ടും ഇത് ഇപ്പൊ ക്യാൻസറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗുരുതരാവസ്ഥ കൊണ്ടൊക്കെ സ്തനം നീക്കം ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ സ്തനത്തിന്റെ ഒരു ഭാഗം എടുത്ത് മാറ്റേണ്ടി വന്നാലും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ട് പോലും സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാനൊക്കെ ഈ പ്ലാസ്റ്റിക് സർജറി പോലുള്ള സ്തനത്തിന്റെ പുനർനിർമ്മാണം അതുകൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ ഇത്രയും നല്ല വിവരങ്ങൾ പങ്കുവച്ചതിന് വളരെ നന്ദി. താങ്ക് യു.